ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ സ്നേഹത്തിൽ നിങ്ങളെല്ലാവരെയും ഞാൻ വന്ദനം ചെയ്യുകയാണ്. ക്രൂശിൻ്റെ സ്നേഹത്തിലോട്ട് ഞങ്ങൾ എല്ലാവരെയും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ചെറുതായിട്ട് കുഞ്ഞുങ്ങളെ എങ്ങനെ ബാലശിശയിൽ പൈതങ്ങളായിരിക്കുമ്പോൾ തന്നെ എങ്ങനെ വളർത്താമെന്ന് നമുക്ക് 5 മിനിറ്റ്സ് ഒന്ന് ശ്രദ്ധിക്കാം വചനത്തിൽ കൂടി. ഈ വചനത്തിൽ പേരൻറ്റിനെ പറ്റിയിട്ട് നമ്മൾ നിർബന്ധിതമായിട്ടും കർത്താവ് പല ഇടങ്ങളിലായിട്ട് വചനത്തിൽ നിന്ന് നമുക്ക് അറിവ് ലഭിക്കുവാനായിട്ട് സാധിക്കും. The rod and reproof give wisdom, but a child left alone will give shame to the mother. Rod and reproof give wisdom, but a child left to himself brings shame to his mother. Proverbs chapter 29 verses 15. വടിയും ശാസനയും ജ്ഞാനത്തെ നൽകുന്നു, തന്നിഷ്ടത്തിന് വിട്ടിരുന്ന ബാലനോ അമ്മയ്ക്ക് ലജ്ജ വരുത്തുന്നു. A child left alone brings shame to his parents. പേരൻസിന് തന്നെയല്ല, ഈ ഭൂമിയിൽ അവനോട് ചേർന്നിട്ടുള്ള സറൗണ്ടിങ്സിൽ, അറ്റ്മോസ്ഫിയറിൽ, നെയ്ബർഹുഡിലൊക്കെയും ഒരു ബുദ്ധിമുട്ടായിട്ട് തീരുന്നു കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ. Discipline and correction, whether it is verbal or physical, it is very necessary. That's why Bible is giving us the importance of the value of parenting, how to bring up a child. Hallelujah. Neglecting a child, നമ്മൾ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാതെ ഇരിക്കുന്നത്, hallelujah, that gives നെഗറ്റീവ് കോൺസിക്വൻസസ്, നെഗറ്റീവായിട്ടുള്ള ഔട്ട്കം അവരിൽ നിന്ന് ഉണ്ടാക്കും. അതിനാൽ നമ്മളെല്ലാവരും ഡിസിപ്ലിൻ യുവർ ചൈൽഡ് വെൻ ദേ ആർ യങ് ഇറ്റ്സെൽഫ്. ഉണ്ടായി വരുന്ന ആദ്യ ദിവസം തന്നെ നമ്മൾ അവരെ ഡിസിപ്ലിൻ, കർത്താവിൻ്റെ നാമത്തിൽ വളർത്തുക എന്നതാണ് നമ്മൾക്ക് ദൈവം പരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത്. ഇഫ് യു ആർ നോട്ട് ഡിസിപ്ലിനിങ് വെർബലി ഓർ ഫിസിക്കലി വെൻ ഇറ്റ് ഈസ് നെസസറി, വി ആർ ഡിസ്ട്രോയിങ് ദ ചൈൽഡ്സ് ഗ്രോത്ത്, അവരുടെ സ്പിരിച്വൽ ഗ്രോത്ത്, ഫിസിക്കൽ ഗ്രോത്ത്, അവരുടെ മെൻ്റൽ ഗ്രോത്തിനൊക്കെ നമ്മൾ തടയിടുകയാണ്, നമ്മൾ ബ്ലോക്ക് ചെയ്യുകയാണ്. നമ്മളിൽ പലർക്കും അറിയാൻ വയ്യാത്തതായ പല കാര്യങ്ങളായിരുന്നു. ഈ ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ നാം വിചാരിച്ചിരിക്കുന്നത് വെർബൽ ആൻഡ് ഫിസിക്കൽ ഡിസിപ്ലിൻ പല രീതിയിലാണ് ആൾക്കാർ എടുക്കുന്നത്. ചിലരങ്ങ് ഓവറായിട്ട് എക്സ്ട്രാ ആയിട്ടുള്ള ഫിസിക്കൽ ആൻഡ് വെർബൽ ഡിസിപ്ലിൻ, ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു. എന്നാൽ എനിക്ക് ഇന്നും മനസ്സിലായി, ഓവറായിട്ടല്ല. ഇഫ് സംതിങ് ഈസ് ടു മച്ച് വിൽ മേക്ക് സിക്ക്. ഹല്ലേലൂയ. സിക്കാക്കി തീർക്കും. നമ്മളെ ആയാലും കുഞ്ഞുങ്ങളെ ആയാലും നമുക്ക് കഴിവിന് മീതെ അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നതിനു മീതെ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരികയാണെങ്കിൽ അത് അവർക്ക് എപ്പോഴും നല്ലതല്ല. ഏറെ ആയാൽ അമൃതും വിഷമാണെന്നല്ലേ പറയുന്നത്. എന്നാൽ അത് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ശാസന കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ഡിസിപ്ലിൻ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ഇറ്റ് വിൽ അഫക്റ്റ് ഹിസ് വിസ്ഡം ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അവൻ്റെ ജ്ഞാനത്തെ, അവന് വളർന്നു വരുമ്പോഴുള്ള മേഖലകളിൽ ഉണ്ടാകുന്ന അപകടം അവന് തിരിച്ചറിയുവാൻ പറ്റാതെയാകും. ചില പേരൻസ് ഒട്ടും ഡിസിപ്ലിനോട് കൂടിയല്ല കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. കുഞ്ഞിൻ്റെ ഇഷ്ടമല്ലേ എന്ന് പറയും. എന്നാൽ നമ്മൾ ഡിസിപ്ലിൻ ചെയ്യുമ്പോൾ, അല്പമായിട്ട് ഡിസിപ്ലിൻ ചെയ്യുകയാണെങ്കിൽ അത് കർത്താവിൻ്റെ സ്നേഹത്തിലായിരിക്കണം, ഒത്തിരി റൂഡായിട്ടായിരിക്കരുത്. മിക്സ് വിത്ത് ലവ്, ക്രൈസ്റ്റ് ലവ്. നമ്മൾ പലപ്പോഴും എൻ്റെ അനുഭവത്തിൽ ഞാൻ വളർന്നു വന്നതും ഞാൻ കുഞ്ഞുങ്ങളെ വളർത്തിയതും ഒക്കെ അങ്ങനെയാണ്. കമ്പയർ ചെയ്തിട്ടാണ് ആ കുട്ടി ഇങ്ങനെയാണ്, ഈ കുട്ടി ഇങ്ങനെയാണ്. ഇന്നും നമ്മുടെ ജീവിതത്തിൽ അവരങ്ങനെയായി. നമ്മുടെ മുമ്പിൽ എപ്പോഴും അടുത്ത വീട്ടിലെ കുട്ടി അല്ലെങ്കിൽ അവൻ്റെ ക്ലാസ്സിലെ കുട്ടിയായിരിക്കും അവന് മാതൃക. അതൊരിക്കലും ആയിത്തീരരുത്. അങ്ങനെയല്ല. അങ്ങനെയൊരു കമ്പയറിങ് വരുമ്പോൾ അവനൊരു കോമ്പറ്റീഷനായിട്ട് വരും. ആ കുട്ടിയോടുള്ള വൈരാഗ്യം, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ 2 കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് പഠിക്കുന്നതും ഒന്ന് പഠിക്കാത്തതും, ഒന്നല്ലെങ്കിൽ നല്ല പോലെയുള്ള അവന് നല്ല സ്വഭാവമുള്ളതും, ഒന്ന് ഇച്ചിരി ശാഠ്യവും മൂശേട്ടയും ഒക്കെയുള്ള കുഞ്ഞാണെങ്കിൽ അവരെ തമ്മിൽ അവളെ കണ്ടില്ലേ അല്ലെ അവനെ കണ്ടില്ലേ എന്ന് പറയും. അവരുടെ ജീവിതത്തിൽ, അവരുടെ ഹൃദയത്തിൽ ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റാണ് ഉണ്ടാകുന്നത്. അതിനു പകരം മിക്സ് ചെയ്യുക. നീ കുഞ്ഞെ മോനെ അങ്ങനെയല്ല, നല്ല വാക്കുകൾ, നമ്മുടെ ശബ്ദങ്ങൾ ഒരിക്കലും റൂഡായിട്ട് ഒത്തിരി ധാർഷ്ട്യത്തോടു കൂടി ഹാർഡായിട്ട് കുഞ്ഞുങ്ങളോട് സംസാരിക്കരുത്. സ്നേഹത്തോടു കൂടി ഡിസിപ്ലിൻ ചെയ്യുക. ചെറിയ അടികൾ കൊടുക്കേണ്ടിടത്ത് കുഞ്ഞടികൾ കൊടുക്കുക. അത് പല വാക്കുകൾ പറഞ്ഞ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലാക്കിയതിന് ശേഷം മാത്രമേ ആകാവൂ. അല്ലാതെ അവന് ദേഷ്യം വരുന്ന രീതിയിൽ, അവന് മറ്റുള്ളവരുമായിട്ട് കോമ്പറ്റേറ്റീവ് ആകുന്ന രീതിയിൽ, അവനൊരു മൂഷേട്ടയായിട്ട് അവനതിനെ റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും കുഞ്ഞുങ്ങളെ ഡിസിപ്ലിൻ ചെയ്യാൻ
പാടില്ല. ഡിസിപ്ലിൻ, കറക്ഷൻ, ഫിസിക്കൽ ആൻഡ് വെർബൽ ഈസ് നീഡഡ്. ബട്ട് അതിൻ്റേതായ ഒരു എല്ലാത്തിനും ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ഒരു നോർമൽ സ്റ്റേജിൽ മാത്രമേ ആകാവൂ. അത് കുറഞ്ഞും പോകരുത്, കൂടിയും പോകരുത്. നമ്മളൊരു ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ, ഒരു ചിക്കൻ കറിക്ക് അത് ഒരുപാട് ചില്ലിയെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തൊരു ബേണിയല്ലേ, നമ്മുടെ നാക്കെല്ലാം ചുട്ടു പഴുത്തു പോകും. എന്നാൽ അത് ഇല്ലാതെ ആയാൽ നമുക്ക് പലർക്കും അത് അല്പം എരി വേണം. അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ അതിൻ്റേതായ ഒരു നോർമൽ ഡിസിപ്ലിനെ വളർത്തുമ്പോൾ അതിൻ്റെ ശാസിക്കുന്നത് സ്നേഹത്തിൽ, അവൻ എന്തിനാണ് ഞാൻ അടിച്ചത്, അവന് എന്തിനാണ് മോനെ അത് ചെയ്യല്ലേ, അത് ചെയ്യരുതെന്ന് പറയുന്നത്, അരുതെന്ന് പറയുന്നതിനകത്ത് ഉപരിയായിട്ട് നോ കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും ഇഷ്ടമല്ല. നോ നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ പറയുന്നതിനായിട്ട് ഉപരിയായിട്ട് മോനെ ഇങ്ങനെ ചെയ്താൽ അത് നല്ലതായിരിക്കും, മോനെ അവിടെ കയറല്ലേ എന്ന് പറയുന്നതിനപ്പുറമായിട്ട് ഇവിടെ കയറുന്നതല്ലേ നല്ലത്, അത് കാണുന്നതല്ലേ നല്ലത്. അങ്ങനെ പോസിറ്റീവായിട്ടുള്ള തോട്ടുകളാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത്. ഒരിക്കലും നമ്മുടെ വീട്ടിലുള്ളതോ നെയ്ബർഹുഡിലുള്ളതോ അല്ലെങ്കിൽ അവളുടെ ക്ലാസ്സുകളിലുള്ള കുട്ടികളെ പറ്റിയിട്ട് കമ്പയർ ചെയ്യാതെ, കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് ഉണ്ടാക്കി കൊടുക്കാതെ നമ്മൾ ക്രിസ്തുവിനെ മാതൃകയാക്കുക. ബൈബിളിൽ എന്താണ് പറഞ്ഞത്, ശമൂവേൽ ബാലൻ എങ്ങനെയാണ് ഉണ്ടായത്, ദാവീദ് എങ്ങനെയാണ് അതിനെ ജയിച്ചത്, ഡാനിയൽ സിംഹത്തിൻ്റെ കൂട്ടിൽ എങ്ങനെയാണ് ജയിച്ചത് എന്നൊക്കെ കുഞ്ഞുങ്ങളെ ചെറുപ്പം മുതലേ അവനറിയാവുന്ന പ്രായം. നമ്മൾ ഓർക്കും യങ് ആണ്, അവന് മനസ്സിലാകത്തില്ലെന്ന്. തീർച്ചയായിട്ടും മനസ്സിലാകും. ABCD ഒക്കെ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് പഠിക്കുന്നത്, നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാതെ ഒരു LKG തൊട്ടേ കുഞ്ഞുങ്ങൾ പഠിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ചെറുപ്പം മുതലേ അവനായിരിക്കുന്ന അവസ്ഥയിൽ അവൻ്റെ രീതിയിൽ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അങ്ങനെയാണ് ബാലൻ നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃത്തനായാലും അത് വിട്ടുപോകത്തില്ലെന്നാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. മിക്സ് വിത്ത് ലവ്, കമ്പയർ ചെയ്യല്, കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് ഉണ്ടാക്കി കൊടുക്കരുത്. ഹല്ലേലൂയ. ഡിസിപ്ലിൻ യുവർ ചൈൽഡ് വെൻ ദേ ആർ യങ് ഇറ്റ് സെൽഫ്. അവൻ ഒരിക്കലും അത് മറന്നു പോകത്തില്ല. കുഞ്ഞു പരുവം തൊട്ടേ അവനെ ഡിസിപ്ലിൻ ചെയ്യുക. ഡിസിപ്ലിൻ ഇല്ലാതെ ഒരിക്കലും വളർത്തരുത്. ഈ വചനം എന്താണ്? യേശു ക്രിസ്തു ആരാണ്? സ്നേഹിക്കുന്ന ദൈവമാണ്. എപ്പോഴും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്, അയ്യോ കർത്താവിന് അപ്പച്ചന് ഇഷ്ടമല്ല, കർത്താവ് അപ്പച്ചന് അടിക്കും, കർത്താവ് അപ്പച്ചന് ഉപദ്രവിക്കും. അല്ല, ഒരിക്കലും അങ്ങനെ പറയല്ല. കർത്താവ് സ്നേഹമാണ്. കുഞ്ഞിനെ സ്നേഹിക്കുന്നു. നിന്റെ ഏതൊരവസ്ഥയിലും ഈ അപ്പച്ചനോട് ചോദിച്ചുകൊള്ളുക. നിനക്കില്ല എങ്കിൽ അവൻ കർത്താവിനോട് ചോദിച്ചുകൊള്ളുക. നീ ഒരു പ്രോബ്ലത്തിലാണെങ്കിൽ കർത്താവ് സഹായിക്കും. കർത്താവ് സ്നേഹമാണ്. നിന്റെ കൂടെ തന്നെയുണ്ട് കർത്താവ്. ദൂരെ എവിടെയോ ഉള്ള കർത്താവിനെ അല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. ആകാശത്ത് ദൂരെ സ്വർഗത്തിലുള്ള ക്രിസ്തുവിനെ അല്ല. നിന്റെ കൂടെ നിന്നോടൊപ്പം. നിനക്കൊരു മാർക്ക് പഠിക്കാൻ മനസ്സിലായില്ലെങ്കിൽ ക്രിസ്തു മനസ്സിലാക്കി തരും. ആസ് ഫോർ വിസ്ഡം ഹി വിൽ ഡെഫിനറ്റ്ലി ഗീവ്. എന്തെങ്കിലും ഡേഞ്ചറിൽ കുഞ്ഞുങ്ങളാകുകയാണെങ്കിൽ ക്രിസ്തു ഈസ് വിത്ത് യു, ക്രൈസ്റ്റ് ഈസ് വിത്ത് യു. അതുകൊണ്ട് ക്രിസ്തു എൻ്റെ കൂടെയുള്ള അപ്പ, എന്നെ അങ്ങ് സഹായിക്കണേ. അവർക്ക് എപ്പോഴും ദൂരെയുള്ളവരെക്കാട്ടിൽ അടുത്തുള്ളവരാണ് ഒരു സഹായം എന്നല്ലേ നമുക്ക് എപ്പോഴും അറിയാവുന്നത്. അതുകൊണ്ട് ക്രൈസ്റ്റ് ഈസ് ലിവിങ് ഇൻ യു, ഹോപ്പ് ഓഫ് ഗ്ലോറി ഈസ് ലിവിങ് ഇൻ യു. നീ ക്രിസ്തുവിൻ്റെ മകനാണ്, നിന്നിലാണ് ക്രിസ്തു എന്ന് പറഞ്ഞ് ക്രിസ്തുവിൻ്റെ മാതൃകയിൽ കുഞ്ഞുങ്ങളെ വളർത്തുക. ഈ വചനം എന്താണ് പഠിപ്പിക്കുന്നത്? ഈ വചനത്തിലുള്ള ഓരോ കഥാപാത്രങ്ങളെയും, ഹല്ലേലൂയ സ്തോത്രം, നമുക്ക് മുമ്പ് വന്ന പ്രവാചകന്മാരെ, നമ്മൾക്ക് മുമ്പിൽ കൂടി വന്ന വിശുദ്ധന്മാരെ, അവരെ മാതൃകയാക്കുവാൻ വേണ്ടിയിട്ടാണ് വചനം. ക്രിസ്തു ഈ ലോകത്തിൽ എങ്ങനെ ജീവിച്ചു, അവരെങ്ങനെയാണ് ഓരോ കാര്യങ്ങളെയും ഓവർകം ചെയ്തത്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടിയായിരിക്കും, എല്ലാവരും കർത്താവിലുള്ള വിശ്വാസത്തിലോടു കൂടിയായിരിക്കും, എല്ലാവരും വർഷിപ്പ് ചെയ്തുകൊണ്ടായിരിക്കും. അത് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവൻ്റെ ഓരോ പടിയിലും അവന് ആഗ്രഹമുള്ളത് ലഭിക്കാതെ വരുമ്പോൾ, യേശുപ്പച്ച എനിക്കത് തരണമേ. അവനൊരു പ്രതിസന്ധിയിലായിത്തീരുമ്പോൾ അവൻ്റെ അപ്പനും അമ്മയും വീട്ടിലായിരിക്കും. അപ്പോൾ അവന് പ്രസൻ്റായിട്ടുള്ളത് ക്രിസ്തു ആണെന്നുള്ള ഓർമ്മ വരുമ്പോൾ അവന് ആ ക്രിസ്തുവിനെ വിളിക്കുവാനായിട്ട് മനസ്സിലാക്കും. ഈ വചനം കാണാതെ പഠിക്കുവാനായിട്ടുള്ളതല്ല. ഹോപ്പ് ഓഫ് ദ ഗ്ലോറി ഈസ് ലിവിങ് ഇൻ യു എന്ന് പറയുമ്പോൾ അത് അവൻ്റെ എല്ലാ കാര്യത്തിലും, അതിൻ്റെ എല്ലാ ജീവിതത്തിൻ്റെ ഓരോ സ്റ്റെപ്പിലും നിൻ്റെ കൂടെ ഒരു ക്രിസ്തു ഉണ്ട് എന്ന് കാണാതെ പഠിക്കുന്നതിലപ്പുറമായിട്ട് ഞാനൊരു കാല് വെക്കുമ്പോൾ, ക്രൈസ്റ്റ് ഈസ് വിത്ത് മീ വെൻ ഐ ആം സ്റ്റഡിങ്, ക്രൈസ്റ്റ് ഈസ് വിത്ത് മീ, ഹീസ് ഗിവിങ് മീ വിസ്ഡം വെൻ ഐ ആം വിത്ത് മൈ ഫ്രണ്ട്സ്. ഞാനത് എൻ്റെ കൂടെ ക്രൈസ്റ്റ് ഉണ്ട്, ക്രൈസ്റ്റ് കാണുമല്ലോ, ക്രൈസ്റ്റ് കാണും. അതുകൊണ്ട് ക്രൈസ്റ്റിന് ഇഷ്ടമില്ലാത്തത് ഞാൻ ചെയ്യാൻ പാടില്ല, ക്രൈസ്റ്റിന് ഇഷ്ടമില്ലാത്തത് പോകാൻ പാടില്ല. വെൻ ദേ നീഡ് സം ഗൈഡൻസ്, അവിടെ ടീച്ചേഴ്സ് കാണത്തില്ല, അവിടെ നമുക്ക് പേരൻസ് കാണത്തില്ല, എൽഡേഴ്സ് കാണത്തില്ല ചോദിക്കുവാൻ, ഒരു പക്ഷേ വചനം പോലും കാണത്തില്ല. അപ്പോഴും അവൻ്റെ ഉള്ളിലുള്ള വചനം, ഹല്ലേലൂയ, അത് ക്രിയ ചെയ്യും. മോനെ, ക്രൈസ്റ്റ് ഈസ് വിത്ത് യു, ഹിസ് സ്ട്രെങ്ത് ഈസ് വിത്ത് യു, ഹിസ് ഓൾവേസ് വിത്ത് യു. അതാണ് കുഞ്ഞുങ്ങളെ വചനത്തിൽ കൂടി പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. കാണാതെ പഠിക്കുന്ന മനഃപ്പാഠമാക്കിയ വേദവാക്യങ്ങളെക്കാട്ടിൽ ഉപരിയായിട്ട് ഹല്ലേലൂയ അത് വർക്ക് ചെയ്യുക. അത് ഒരു കുഞ്ഞുങ്ങളെ ഒരു പ്ലേ ആയിട്ട് നീ നടന്നു നോക്കുക, ക്രൈസ്റ്റ് ഈസ് വാക്കിംഗ് വിത്ത് യു. നീ പാട്ട് പാടുമ്പോൾ ക്രൈസ്റ്റ് ഈസ് സിംഗിങ് വിത്ത് യു. നീ കൂട്ടുകാരുടെ കൂടെ ഇരിക്കുമ്പോൾ യെസ് യു ആർ വിത്ത് ക്രൈസ്റ്റ് ആൻഡ് ക്രൈസ്റ്റ് ഈസ് ഇൻ യു, യു ആർ ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ അവൻ എപ്പോഴും എൻ്റെ കൂടെ ക്രൈസ്റ്റ് ഉണ്ടല്ലോ, എൻ്റെ കൂടെ ക്രൈസ്റ്റ് ഉണ്ടല്ലോ, ഞാൻ അരുതാത്ത വഴിയിൽ പോകരുതല്ലോ, ഞാൻ സംസാരിക്കുമ്പോൾ കർത്താവിന് ഇഷ്ടമല്ലല്ലോ, ക്രൈസ്റ്റ്
ക്രൈസ്റ്റ് കേൾക്കുമല്ലോ, അങ്ങനെ പഠിപ്പിക്കുക. അതാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ ഞാൻ അങ്ങനെയല്ലായിരുന്നു വളർന്നത്. പലതും കമ്പയറും കോമ്പറ്റീഷനും ഒക്കെ ആയിട്ടാണ് വളർന്നത്. ഞാനും അങ്ങനെ തന്നെയാണ്. കുഞ്ഞുങ്ങളെ നല്ലതായിട്ട് ഡിസിപ്ലിൻ, ഈ വചനം വെച്ചുകൊണ്ട് തന്നെ ഞാൻ, നിൻ്റെ മകനെ ശിക്ഷിക്കുക, അവൻ നിനക്ക് ആശ്വാസമായി തീരും. ഹല്ലേലൂയ, സ്തോത്രം. വടിയും ശാസനയും ജ്ഞാനത്തെ നൽകുന്നു, തന്നിഷ്ടത്തിനു വിട്ടിരുന്ന ബാലനോ അമ്മയ്ക്ക് ലജ്ജ വരുത്തുന്നു എന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വളർത്തുമായിരുന്നു. എന്നാൽ ഇന്ന് എനിക്ക് മനസ്സിലാകുന്നത്, തന്നിഷ്ടത്തിനല്ല, എന്നാൽ എൻ്റെ ഇഷ്ടത്തിനുമല്ല, മറ്റുള്ളവരെ കണ്ടുകൊണ്ടുമല്ല, മറ്റുള്ളവരുടെ രീതിയിലുമല്ല എൻ്റെ കുഞ്ഞു വളരേണ്ടത്. ഈ വചനം എന്താ പഠിപ്പിക്കുന്നുവോ, ഒരു മാതാവെന്നുള്ള രീതിയിൽ എന്നെ എന്ത് പഠിപ്പിക്കുന്നുവോ അതിന് തക്കവണ്ണമാണ് എൻ്റെ കുഞ്ഞിനെ ആക്കി തീർക്കേണ്ടതെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇന്ന് യങ് ആയിട്ടുള്ള പേരൻറ്റിനോട് എല്ലാം എനിക്ക് പറയാനുള്ളത്, വചനത്തിൽ കൂടി ക്രിസ്തുവിനെ കുഞ്ഞുങ്ങളെ ക്രിസ്തുവിൽ വളർത്തുക. പ്രൈസ് ഗോഡ്. ഇത് നിങ്ങൾക്ക് അല്പമെങ്കിലും ഉപകാരമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. ഓരോ ചുവടിലും ക്രിസ്തുവിൽ വളർത്തുക. മറ്റുള്ളവരെന്തോ ആയിക്കൊള്ളട്ടെ, വെദർ ദേ ആർ ഗുഡ് ഓർ ബാഡ്, ദാറ്റ് ഈസ് നോട്ട് അവർ ബിസിനസ്. ഹല്ലേലൂയ. എൻ്റെ ബിസിനസ് ക്രിസ്തുവിൽ കുഞ്ഞിനെ വളർത്തുക. അതിനുവേണ്ടിയാണ് യേശു കർത്താവ് നമുക്ക് കുഞ്ഞുങ്ങളെ തന്നിരിക്കുന്നത്. എത്രയോ പേർക്ക് കുഞ്ഞുങ്ങളില്ലാതെയായി തീരുമ്പോൾ, എത്രയോ പേരുടെ കുഞ്ഞുങ്ങൾ ഈ ലോകത്തിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ, നിനക്കിന്ന് കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ വളർത്തുന്നത് ക്രിസ്തുവിൽ ആയിരിക്കണം. പ്രൈസ് ഗോഡ്.